ഞാൻ ജീവനോടുള്ളത്തോളം കാലം വരെ എൻ്റെ അച്ചാച്ചനെ ഞാൻ നോക്കും. കാഴ്ചയിൽ കല്ലുപോൽ തോന്നാറുണ്ടെങ്കിലും അഴകുള്ള കവിതയാണെന്നും അച്ഛൻ. അമ്മ ചൊല്ലിത്തരും കഥകളിൽ നിത്യവും മിഴിവാർന്ന നായകനെന്നും അച്ഛൻ. മിഴിവാർന്ന നായകനെന്നും അച്ഛൻ. അപ്പം ഇന്ന് സർപ്രൈസ് കൊടുക്കാൻ വന്നത് ആർക്ക് സർപ്രൈസ് കൊടുക്കാനായിട്ട് വന്നതാണ്? അച്ചാച്ചൻ സർപ്രൈസ് കൊടുക്കാൻ വന്നത്. അച്ചാച്ചൻ ഇവിടെ വന്നതിന് ശേഷമാണ് അറിഞ്ഞത് അല്ലേ? എന്താണ് പറയാനുള്ളത്? എത്ര വയസ്സായി? വയസ്സ് കഴിക്കാൻ പറ്റുമോ? 65 നമ്മള് പറയുന്നുള്ളൂ. പുള്ളി ഓർക്കുന്ന ചെറുതായി 20 വയസ്സാണ്. അച്ഛന് എന്തെങ്കിലും പിന്നെ കാശിക്ക് പോകണമെന്നായിരുന്നു ഭയങ്കര ആഗ്രഹം. പിന്നെ ഞങ്ങളത് അടുത്ത പ്രാവശ്യത്തേനാക്കാമെന്ന് ഓർത്തിട്ട് ശരി ഇവിടെ കൊണ്ടുവന്ന് എല്ലാവരുമായിട്ട് സന്തോഷമായിട്ടിരിക്കട്ടെ. കാശിക്ക് പോകുന്നതിനേക്കാളും അച്ഛന് ഏറ്റവും കൂടുതൽ സന്തോഷം ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം ഞങ്ങൾ വീട്ടിൽ തീർച്ചയായിട്ടും ഉറപ്പായിട്ട് വരുന്നതായിരിക്കും. എന്താണ് ഇവരെ കൊണ്ട് 3 മക്കളാണല്ലേ? 3 മക്കളാണ്. സന്തോഷം. എല്ലാവരും വന്നതിലും എടുത്തതിലും ഭയങ്കര സന്തോഷം. അതെ, ഞാൻ ചേച്ചിയോട് വന്നപ്പോഴേ എപ്പോഴും ചേച്ചിയെ കാണണമെന്ന് ആഗ്രഹിക്കുന്നത്. അപ്പൊ ഈ അച്ചാച്ചന്റെ പിറന്നാളിന് വരാൻ പറ്റിയത് ഭയങ്കര സന്തോഷം. ഇനിയും ഉറപ്പായിട്ടും വരുന്നതായിരിക്കും. സന്തോഷം എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റിയതാണ്. വാക്കുകൾ കൊണ്ട് അളക്കുവാനാകാത്ത 3 അക്ഷരമുള്ള അച്ചാച്ചനില്ലെങ്കിൽ ഞങ്ങൾ ആരും ഇല്ല. ചേട്ടൻ ഞങ്ങൾ എല്ലാവരും അച്ചാച്ചനാണ് ഞങ്ങളുടെ എല്ലാം. അതെ, അപ്പൊ നമ്മളിവിടെ കൊണ്ടുവരാൻ തന്നെ കാരണം അതാണ്. നമ്മള് അച്ചാച്ചൻ ആഗ്രഹിക്കുന്ന ഒക്കെ കൊടുത്തു. വണ്ടി വേണം. നമ്മൾ 3 പെമ്പിളായി. ചേച്ചിമാർ 2 കല്യാണമായി അവരുടെ ലൈഫിലായി. ഞാൻ അച്ചാച്ചൻ അമ്മച്ചി, ഞാൻ 3 വരെ ഉള്ളൂ. ഞാൻ ഗോപിച്ചമ്മന്റെ കമ്പനിയില് വർക്ക് ചെയ്യാണ്. അപ്പൊ നമുക്ക് നമ്മുടേതായ പരിമിതികളുണ്ട്. സാലറി പിന്നെ രണ്ടുപേരും അങ്ങനെ. നമ്മള് എന്റെ സാലറി താണ്ടി എന്റെ അച്ചാച്ചൻ എന്താഗ്രഹിക്കുന്നു അമ്പിളിമാമനെ കൊണ്ടുവരണോ പറഞ്ഞാലും ഞാനത് കൊടുക്കുന്നതാണ്. തീർച്ചയായിട്ടും അപ്പം ചേർത്ത് പിടിക്കും. നമ്മള് അച്ചാച്ചൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ പോയി കഴിഞ്ഞിട്ടേ ഞങ്ങൾ അച്ചാച്ചൻ എന്തെങ്കിലും ആഗ്രഹിക്കാം. ഇന്ന് ഞങ്ങൾ അമ്പലത്തിൽ പോകുമ്പോൾ കൂടെ ഞാൻ പറഞ്ഞു, ദൈവമേ അച്ചാച്ചൻ 100 വയസ്സ് വരെ നിൽക്കണേ. പിന്നെ ഞാൻ പറഞ്ഞു 100 ഒരു 80-85 ആരോഗ്യത്തോടെ ജീവിക്കാം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടെ കൊണ്ടുവന്നത് തന്നെ അതിനാണ്. നമ്മള് അച്ചാച്ചനെ ഒരുപാട് അച്ചാച്ചൻ ആഗ്രഹിക്കുന്നതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അച്ചാച്ചൻ ഞങ്ങൾക്ക് വേണ്ടി തരേണ്ട എന്നാന്ന് അച്ചാച്ചൻ അറിയാം. അപ്പൊ അത് ഞങ്ങൾക്ക് വേണ്ടി തരിക. അച്ചാച്ചനെ ഇതുപോലെ നോക്കുന്ന മോൾക്കൊരു അത് മാത്രം തന്നാൽ മതി. വേറെ ഒന്നും വേണ്ട. അച്ഛന് ഞാൻ ജീവനോടുള്ളത്തോളം കാലം വരെ എൻ്റെ അച്ഛനെ ഞാൻ നോക്കും. ഞങ്ങൾ എല്ലാവരും കഴിപ്പിക്കാമല്ലോ മൊത്തത്തിലല്ലേ? ഇതുപോലുള്ള മനസ്സുള്ള മക്കളെ കിട്ടാൻ അച്ചാച്ചനും അമ്മച്ചിയും പാടി ചെയ്തു എന്ന് ഞാൻ പറയുന്നത്. ഇതുപോലെ 3 പെൺമക്കളെ കിട്ടാൻ കാട്ടുമ്പോൾ ചൂരൽ പിട തന്നിട്ട് പിടയുന്ന നെഞ്ച് തിരുമ്മുമച്ചൻ. പിടയുന്ന നെഞ്ച് തിരുമ്മുമച്ചൻ. വീട്ടിൽ വിളക്കാകും അമ്മയ്ക്കു